Bye everybody. Flying kiss taro. Are you happy, Pachu? Pachu, are you happy? Yeah. Okay, alle Pachu. Say good night. Good night, boy. Sweet dreams. Sweet dreams. Bye bye. Bye bye. ഈശോ മിശിഹായ്ക്ക് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ. അപ്പൊ എല്ലാവർക്കും ബൈ. ഈശോയോട് ഗുഡ് നൈറ്റ് പറയൂ. ഗുഡ് നൈറ്റ് ഈശോ. പാച്ചുകുട്ടക്ക് ഈശോയോട് ഗുഡ് നൈറ്റ് പറയൂ. ഗുഡ് നൈറ്റ്. ബൈ. ബൈ ബൈ. ചേട്ടൻ പറയണ്ടോ? ചാക്കോ ചേട്ടൻ പറയണ്ടോ? ഇല്ല, ചാക്കോ ചേട്ടൻ ബിസിയാണ് പാൽ ഓടിക്കുന്നത് അല്ലേ. അപ്പൊ ബൈ ബൈ. സൂസു ആക്കണമെങ്കിൽ പറയാട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെഞ്ചരിപ്പ് ദിവസത്തിൻ്റെ ബാക്കിയാണ് കേട്ടോ. നമ്മൾ ക്ലീനിങ് വരെയല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് ഞങ്ങളൊരു 6:30 ആയപ്പോഴാട്ടോ ഞാൻ പിള്ളേരെ കൊണ്ട് താഴെ വന്നത്. 6 മണിക്കും 6:30ക്കും ഇടയ്ക്ക് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വെറുതെ വന്നിട്ട് വലിച്ചിടണ്ടല്ലോ എന്ന് വിചാരിച്ച്, മോളി മാത്രം വലിച്ചിട്ടാൽ മതി എന്ന് വിചാരിച്ച് ഞാൻ റൂമിൽ പിടിച്ചിരുത്തിയേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അച്ഛൻ വരുമ്പോൾ കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ അടുക്കള ക്ലീനായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ വെച്ചു. അപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് എന്തായാലും സാമ്പ്രാണി കത്തിച്ച് വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ സ്റ്റോക്ക് എടുപ്പ് നടത്തി. പൊടികളൊക്കെ പൊട്ടിച്ചിടാനുള്ളതൊക്കെ പൊട്ടിച്ചിട്ടു, ഇല്ലാത്തത് വാങ്ങിക്കണം. ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് മുളക് പൊടി ഓർഡർ ചെയ്തെങ്കിലും മുളക് പൊടി വന്നില്ല കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഓവനിലെ പ്ലേറ്റാണ് കേട്ടോ. ഇത് കഴുകേണ്ട ഡ്യൂട്ടി എൻ്റെ ആണ്. അപ്പോൾ ഞാനത് ഇന്നൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ അങ്ങനെ ഓവൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇവരാണ് സ്ഥിരം യൂസ് ചെയ്യുന്ന ആൾക്കാർ. ഞാൻ എന്നാലും ഇടയ്ക്ക് കാപ്പിയൊക്കെ ചൂടാക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു. എന്തായാലും അതായത് ഒരു പണിയില്ലാണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ. സത്യം പറഞ്ഞാൽ ഒരു 4 മണി തൊട്ട് ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ സാധനങ്ങൾ ഓർഡർ ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ ഇനി ഞാൻ കൊണ്ടുവരുമ്പോഴത്തേക്കിനും അച്ഛൻ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ പെൻഡിങ്ങിൽ നിന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, വേഗം ഓർഡർ ചെയ്യാമെന്ന്. ഇത് കുപ്പിയിലേക്കുള്ള വെള്ളം തിളപ്പിച്ചതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു രാത്രി ആയപ്പോഴത്തേനും ഡോൺ ചേട്ടൻ നിറച്ച് വെച്ചു. പിന്നെ ആ പാത്രത്തിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാനൊരു 15 മിനിറ്റ് തിളപ്പിക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പം പ്ലേറ്റ് വെച്ച് മൂടി വെച്ചു, കുടിക്കാനുള്ള വെള്ളമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂടി കൈയോടെ വെച്ചു കേട്ടോ. സമയം 7:30 അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വേഗം തന്നെ ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്തു. കുറച്ചധികം സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പച്ചക്കറി ആയിട്ടും അങ്ങനെ കുറേ ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. നമ്മൾ മന്ത്ലി പർച്ചേസ് നടത്തിയിട്ടില്ല ഈ മാസം. സോറി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് പുറത്ത് പോകാനൊന്നും പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ വേഗം ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ വെള്ളം ഒരുവിധം റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു സംഭവത്തിനെക്കുറിച്ച് ആലോചിച്ചത് കേട്ടോ. പിന്നെ വേഗം പോയി വാങ്ങിക്കാം എന്ന് വിചാരിച്ചു. ചാക്കോച്ചൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് വേണം പോകാൻ. ഒരു ഫോൺ കൊടുത്ത് ഞാൻ അവിടെ ഇരുത്തിയേക്കാണ് കേട്ടോ. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ പുറകെ ഇവരെല്ലാം വാലേ വരും കേട്ടോ. കുറച്ചധികം ലോഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇവരെ പുറത്തിറക്കി അങ്ങനെ ഡിസ്കോ കളിക്കാനുള്ള സമയം നമുക്ക് ഇല്ല കേട്ടോ. പിന്നെ ഒരു കുട്ടി പറഞ്ഞിരുന്നു ഇങ്ങനെ എല്ലാത്തിനും ഇവിടെ ടോ പറയണ്ടാന്ന്. നമ്മൾ തൃശ്ശൂരുകാരോടെ കൂടിയ പിന്നെ എനിക്കും ഒരു ടോ എല്ലാത്തിൻ്റെയും കൂടെ വരും കേട്ടോ. എന്താണെന്നറിയില്ല. അപ്പോൾ നമുക്ക് ഓരോ സാധനം എടുത്ത് വെക്കാം. അപ്പോൾ നാളെ രാവിലത്തേനും പൂരിയാണ്. അപ്പോൾ ഞാൻ പൂരി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാര 1 കിലോയുടെ ഞാൻ വാങ്ങിച്ചോളൂ കേട്ടോ. നമുക്ക് റിലയൻസിൽ പോകുമ്പോൾ ഓഫറിലൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഇപ്പോഴത്തേക്ക് ആവശ്യത്തിന് കാലിയാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് 1 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ പർപ്പസ് ഒരു 3-4 ദിവസത്തിനുള്ളത് ഓൾറെഡി ബോക്സിലുണ്ട്. എന്നാലും നമ്മൾ വാങ്ങിക്കാത്ത സാധനങ്ങൾക്ക് പെട്ടെന്ന് ചിലവ് കൂടും, തീർന്നു പോകും. അങ്ങനെ ഒരു പ്രത്യേകതരം ഒരു സ്വഭാവം ഈ സാധനങ്ങൾക്കൊക്കെ ഉണ്ട് കേട്ടോ. തീരാറാവാൻ നോക്കിയിരിക്കും, പടപടയെന്ന് തീരാൻ. അല്ലെങ്കിൽ നമുക്കൊരു കുപ്പി സുഖമായിട്ട് ഒരാഴ്ച പോവുമെങ്കിൽ ഇല്ലാത്ത സമയത്ത് അത് 2-3 ദിവസം മാക്സിമം പോവില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കോലം അങ്ങനെ നോക്കണ്ട. ഞാൻ അങ്ങനെ ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് എൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നതും ഏതാണ്ട് പോലെ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ സാധനം എടുത്ത് വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പാച്ചു പാല് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ബനാന കഴിക്കാം എന്ന് പറഞ്ഞിട്ട് പിടിച്ചിരുത്തി ബനാന കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ കാശ്മീരി ചില്ലി പൗഡർ വന്നെങ്കിലും നോർമൽ ചില്ലി പൗഡർ വന്നില്ല. അപ്പം തന്നെ നമ്മൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് ആ ഫണ്ട് റീഫണ്ട് ചെയ്തു. പാലും ഒരു പാക്കറ്റ് മിസ്സിങ് ആയിരുന്നു. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ലോഡ് കൂടുന്ന സമയത്ത് വിട്ടു പോവാറുണ്ട് കേട്ടോ. അങ്ങനെ എപ്പോഴും സംഭവിക്കാറില്ല, വല്ലപ്പോഴും സംഭവിക്കാറുണ്ട്. അപ്പോൾ വേഗം തന്നെ നമുക്ക് കിട്ടേണ്ട 50 രൂപയായാലും ആ 50 രൂപ നമ്മുടെ ആണല്ലോ. അങ്ങനെ അത് ആ റീഫണ്ട് വാങ്ങിച്ച് പോക്കറ്റിലിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴേ അത് ക്രെഡിറ്റ് ആവുള്ളൂ അക്കൗണ്ടിൽ. അങ്ങനെ ഞാൻ ദേ ഓരോന്നായിട്ട് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സോയാബീൻ തീർന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഡിമ്പിളാണ് ലാസ്റ്റ് ഒരു സോയ റോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു തുണ്ടായിട്ട് ബാക്കിയിരിക്കുന്നു. അപ്പോൾ ഞാനതൊരു കുപ്പിയിലേക്ക് ഒരു കുഞ്ഞ് കണ്ടെയ്നറിലേക്ക് മാറ്റി മറ്റേ ഗ്രീൻ പീസ് വാങ്ങിച്ചായിരുന്നു കേട്ടോ.
ഗ്രീൻ പീസ് പൊതുവെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ഗ്രീൻ പീസ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തിനേലും ഈ പറഞ്ഞ പോലെ പൂരിയുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം പൊതുവെ ഇവിടെ എല്ലാവർക്കും ഗ്രീൻ പീസ് ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, കുറവാണ് വെക്കുന്നത്. ഞാൻ കഴിക്കാറില്ല, ബട്ട് ഇടയ്ക്ക് വാങ്ങിച്ചിട്ട് വെക്കാറുണ്ട് കേട്ടോ. പക്ഷെ നമ്പർ ഓഫ് കൗണ്ട് കുറവാണ് കേട്ടോ. ഇപ്പോൾ ഈ സമയം നോക്കിക്കേ, 8:10 കേട്ടോ ക്ലോക്കിൽ. ഇതിലും എനിക്ക് തോന്നുന്നു 5 മിനിറ്റ് സ്ലോ ആണ് ഈ വാച്ച്. അങ്ങനെ ഞാൻ നാളത്തേനുള്ളത് കയ്യോടെ വെള്ളത്തിലിട്ടു കേട്ടോ, ഇല്ലെങ്കിൽ മറന്നു പോയാൽ പ്ലാനിങ് വീണ്ടും തെറ്റും. അങ്ങനെ അത് കഴുകി വാരി വെള്ളത്തിലിട്ടു. ഞാൻ നോക്കുമ്പം സമയം പോകുന്നതല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും നടക്കണില്ല. നമ്മൾ അടുക്കളയിലേക്കെല്ലാം വലിച്ചിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്നും ചെയ്യാതിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി അതെൻ്റെ ഒരു മണ്ടൻ തീരുമാനമാണ്. കാരണം വേഗം തീർത്തില്ലെങ്കിൽ പണി കിട്ടും എന്ന് മനസ്സിലായി. അപ്പോൾ അതേ പച്ചച്ചീര വാങ്ങിച്ചിട്ടുണ്ട്. നാളെ പച്ചച്ചീര തോരനും ഒക്കെ വെക്കാം എന്നിങ്ങനെ വിചാരിച്ചു കേട്ടോ. പച്ചമുളക് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇത് ഞെട്ട് പൊട്ടിച്ച് വെക്കാത്ത ആൾ ഡിമ്പിളാണ് കേട്ടോ. പിന്നെ ഞാനും അതിൻ്റെ കൂട്ടത്തിൽ ഞെട്ടി. സാധാരണ ഞാൻ ഞെട്ട് പൊട്ടിച്ച് കഴുകിയിട്ടാണ് വെക്കാറ്. ഇതിപ്പോൾ ഇനി എടുക്കുമ്പോൾ കഴുകാം എന്നുള്ളൊരു പ്ലാനിൽ അങ്ങനെ വെച്ചു. പിന്നെ ഞാനൊരു സൈഡിൽ നിന്ന് ചീര നന്നാക്കി കഴുകി വെള്ളം വാലാൻ വെച്ചു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, സമയം ഇഷ്ടം പോലെ ഉണ്ട്. ബട്ട് സമയത്തെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നാൽ പണി കിട്ടും എന്നറിയാണ്ട് ഞാൻ വിചാരിച്ചു കഴുകി വാലാൻ വെച്ചാൽ കുഴപ്പമില്ലല്ലോ. പിന്നെ ഇത് സോപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഡിഷ് വാഷ് അങ്ങോട്ട് മുതലാവണില്ല. അപ്പോൾ സോപ്പ് തന്നെ തിരിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഡിഷ് വാഷ് നമ്മൾ 5 ലിറ്ററിൻ്റെയൊക്കെ വാങ്ങിച്ചാലേ ഇതായുള്ളൂ കേട്ടോ. ഈ കുഞ്ഞു കുപ്പി വാങ്ങിക്കുമ്പോൾ വലിയ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പിള്ളേർക്ക് സ്നാക്സ് വേണമെന്ന് പറഞ്ഞു തുടങ്ങി. അങ്ങനെ ആകെ മൊത്തം ബഹളായി. അങ്ങനെ ഇരിക്കെ അച്ഛൻ കയറി വന്നു കേട്ടോ. അച്ഛനെ അറിയാവുന്നവർക്കെല്ലാം അറിയാം, അച്ഛൻ്റെ കയ്യിൽ എപ്പോഴും മിഠായി കാണും. പള്ളിമേടയിൽ ഒരു ഭരണിക്കകത്ത് ഇട്ട് അച്ഛൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്കും സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചാക്കോ അച്ഛനെ കണ്ട വഴിക്ക് എപ്പോൾ കണ്ടാലും ഒളിഞ്ഞു നിൽക്കും കേട്ടോ. എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ അവനറിയാം അച്ഛൻ്റെ കയ്യിൽ നിന്നൊരു മിഠായി കിട്ടാണ്ടിരിക്കില്ല എന്ന്. തോമുവിന് സൺഡേ സ്കൂളിൽ പോയതിൻ്റെ ഒരു ബഹുമാനമാണോ എന്നറിയില്ല. ഭയങ്കര കാമായിട്ട് പ്രയറിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു 2-3 ആഴ്ച സൺഡേ സ്കൂളിൽ പോയതിൻ്റെ ഗുണം കൂട്ടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ കൈകൂപ്പി നിൽക്കുന്നുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞിരുന്നു ത്രൂ ഔട്ട് കൈകൂപ്പി നിൽക്കുന്നവർക്ക് എൻ്റെ വക സമ്മാനം ഉണ്ടെന്ന്. അങ്ങനെ അച്ഛൻ്റെ ഒരുവിധം കഴിഞ്ഞ വഴിക്ക് കൊച്ചച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊച്ചച്ഛൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. മോറോവർ ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും പറയും. ഇപ്പോൾ പുറത്ത് ആൾക്കാർ നിന്ന് വർത്താനം പറയുകയാണെങ്കിലും ഒക്കെ അച്ഛൻ റിയാക്ട് ചെയ്യാറുണ്ട് കേട്ടോ. മീൻസ് നല്ല രീതിയിലാണ്. അങ്ങനെ ആൾക്കാരോട് പറയണം, നമ്മൾ അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് വിടാൻ പാടില്ലല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ലതും പറയും പൊട്ടയും പറയും. ഇവിടെ സ്ഥലം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പുറത്ത് നിൽക്കുന്നത്, അകത്ത് കയറി നിൽക്കൂ. നമ്മുടെ പള്ളിയിൽ പണി നടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലം കുറവാണ് ഇപ്പോഴത്തെ പള്ളിയിൽ കേട്ടോ. അങ്ങനെ പിള്ളേർക്ക് പോയിട്ടും അച്ഛൻ പോയിട്ടും മിഠായിയുടെ ഇത് തീരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി ചപ്പാത്തിയും പരിപ്പ് കറിയും ബീഫുള്ളത് അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അല്ലെങ്കിൽ അത് ബാക്കിയാവും. അങ്ങനെ ഞാൻ ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സ്വസ്ഥത കേടാണ്. അങ്ങനെ ഞാനും ടൗൺ ചേട്ടനും അടുക്കളയിൽ ഇരുന്ന് കഴിച്ചു. ഡാഡി TV കണ്ടിരുന്ന് കഴിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ രണ്ടുപേരും ബീഫും ചപ്പാത്തിയും പരിപ്പ് കറിയും എടുത്തു. ഡാഡി പരിപ്പ് കറി മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. ഡാഡിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റണില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു 9:30 ആയപ്പോൾ ഞാൻ വേഗം അടുക്കളയൊക്കെ ഒതുക്കി. നമുക്ക് ഇഷ്ടം പോലെ പാത്രം കഴുകാനുണ്ട് കേട്ടോ. കഴിച്ച പാത്രങ്ങളാണ്. ഇന്നായിരിക്കും കുറച്ച് ലോഡായിട്ടുണ്ടാവുക. ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും ദിവസം അപ്പം കഴുകി അങ്ങ് അവസാനിപ്പിക്കുകയായിരുന്നു. അങ്ങനെ വേഗം പാത്രം കഴുകി തുടങ്ങി കേട്ടോ. കാരണം പിള്ളേരെ ഉറക്കണം, നാളെ രാവിലെ അവർക്ക് സ്കൂളിൽ പോകണം, അതിന് മുമ്പ് നമുക്ക് എണീക്കണം. അങ്ങനെ ആകെ മൊത്തം ബഹളം ഉള്ള ഒരു സമയമായിരിക്കും രാവിലെ. അപ്പം ഞാൻ വിചാരിച്ചു നാളെ പാച്ചുവിനും ചാക്കോയ്ക്കും റൈസ് ഐറ്റംസ് എന്തെങ്കിലും കൊടുത്തു വിടാം. അപ്പോൾ അവർ ഇഷ്ടത്തിൽ കഴിച്ചോളും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിചാരം. അപ്പം അങ്ങനെ അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മനസ്സിൽ. അതായത് രാവിലെ പൂരിയും ഗ്രീൻ പീസ് കറി ഇവർക്ക് പിള്ളേർക്കെല്ലാം ഷേക്ക് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഷേക്ക് കൊടുക്കുന്നു. പിന്നെ ഉച്ചയ്ക്കത്തേനും ചോറ്, ചീരുപ്പേരി, ചാറ് എന്തെങ്കിലും ഞാൻ മറ്റേ ഇത് വെള്ളരിക്ക വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അതെന്തെങ്കിലും ചാറ് വെക്കാം. മീൻ വറക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അച്ചാറിടണം. ഡാഡി അച്ചാർ ഭയങ്കരമായിട്ട് ഉച്ചയ്ക്ക് തപ്പി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 മാങ്ങ ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് കുറച്ചധികം ഇട്ട് വെച്ചാൽ ഡാഡിയും മോനും ഒക്കെ കഴിച്ചോളൂ കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അച്ചാർ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണ് ഞാൻ ഓർത്ത് പറ്റിയാൽ നാരങ്ങ വാങ്ങിച്ച് അച്ചാറിടാം, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലുലുവെന്നെങ്കിലും വാങ്ങിക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഒരു 9:45 ആയപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പാച്ചുവിൻ്റെ വാട്ടർ ബോട്ടിൽ ഡിമ്പിൾ തിളപ്പിക്കും കേട്ടോ. അപ്പോൾ ഞാനത് തിളപ്പിച്ച് ഇട്ടിട്ടുണ്ട്. പാച്ചുവിൻ്റെ കുപ്പിയും അല്ലാത്ത കുപ്പിയൊക്കെ എടുത്ത് തിളപ്പിച്ച് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പാച്ചു നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മോളിൽ വരും, ഇന്നും ഞാൻ ഡിവൈൻ്റെ ഡോണിൻ്റെ കൂടെ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞു വന്നു. ബട്ട് കുളിയും ഞാൻ പറഞ്ഞില്ലേ ഇത് ഒഴിച്ചിട്ടുണ്ടെന്ന് ഓൾറെഡി. കുളിയും തേവാരമൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവം മാറി കേട്ടോ. ഇനി ഫിൽറ്റർ നാളെ കഴുകണം. വെള്ളം ഇറങ്ങണില്ല, അതിന് ചുറ്റോട് ചുറ്റ്
ചെളിയായിട്ട്. നമ്മൾ ആ വാഷ് ബേസിലാണ് ഡാഡിയും മമ്മിയും ബ്രഷ് ചെയ്യുകയും നമ്മളെന്തെങ്കിലും കഴുകുകയൊക്കെ ചെയ്യുക, അവരുടെ ഫുഡൊക്കെ കഴുകുകയൊക്കെ ചെയ്യുക. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഡോൺ ചേട്ടൻ ബെഡ് നല്ല ബ്യൂട്ടിഫുൾ ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ പിള്ളേരുടെ സഹവാസം കൂടിയോണ്ട് തന്നെ TV സ്റ്റാൻഡ് തകിടം മറിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യട്ടെ, കളിച്ചാൽ മതി, കരയാതിരിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒക്കത്തിനെ കുളിപ്പിച്ച് ഞാൻ കൊണ്ടിരുത്തിയിട്ടുണ്ട്. ഡോൺ ചേട്ടൻ നിന്ന് മടുത്തു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേഗം ഞാൻ പറഞ്ഞു ഞാൻ കുളിപ്പിച്ച് തരാം, വേഗം ഡ്രസ്സ് മാറ്റിക്കോ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഓരോന്നും വന്ന് കിടക്കാൻ വരുന്നുണ്ട്. ഞാൻ ഫോൺ വാങ്ങിച്ച വഴിക്ക് പാച്ചുവിൻ്റെ മൂഡ് മാറി എന്നുള്ളതാണ്. ഇല്ല, ഞാൻ താഴെ ഡാഡിയുടെ കൂടെ പോയി കിടന്നോളാം. അവന് ഡാഡിയുടെ അടുത്ത് അവൻ്റെ നമ്പർ ഫുൾ നടക്കുകയുള്ളൂ. എൻ്റെ അടുത്ത് അത്രയ്ക്ക് ഇന്നിപ്പം രാത്രിയെല്ലാം എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് വിശക്കണില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനം എൻ്റെ ഫോൺ കൊടുത്തു. എൻ്റെ ഫോണിൽ പെന്നുള്ളതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് കൊടുത്തിട്ടാണ് കഴിപ്പിച്ചത്. കാരണം ഡിംപിൾ അത്രയ്ക്കും ടേക്ക് കെയർ ചെയ്യുന്ന ഒരാളെ ഞാൻ പട്ടിണിക്കിട്ട് കൊന്നുവരുതല്ലോ. ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞാൻ വിചാരിച്ചത്ര പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എനിക്ക് അങ്ങനെ ഭീഷണിപ്പെടുത്താനുള്ള കഴിവില്ല. ഡിംപിൾ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി കൊടുക്കും എനിക്ക്. പക്ഷെ അത് എനിക്ക് അറിയില്ല, അതെൻ്റെ ഒരു ഫോൾട്ടായിരിക്കാം മേ ബി. പക്ഷേ ഞാൻ ഫോൺ മേടിക്കും, പിന്നെ എൻ്റെ ഫോൺ കൊടുക്കേണ്ടി വന്നു കേട്ടോ. എന്നാലും വേണ്ടില്ല, അവൻ കഴിച്ചല്ലോ, അത് മതി. കാരണം അമ്മയും കൂടി ഇല്ലാണ്ട് നിൽക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും വാശികളും ഒക്കെ വരാം, സങ്കടം വരല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊന്ന് ഇത് ചെയ്യുന്നത്. ഡിംപിൾ വരുന്നവരെ അവനെ ഹാപ്പിയാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം കേട്ടോ. എന്നാലും ഇന്ന് ഹാപ്പിയായിട്ട് സ്കൂളിൽ പോയിട്ട് വന്നു, ഭക്ഷണമൊക്കെ കൊണ്ടുപോയതൊക്കെ കഴിച്ചു, തിരിച്ചു വന്നിട്ട് ഭക്ഷണം കഴിച്ചു, രാത്രിയായാലും പീഡിയാഷുറൊക്കെ കുടിച്ച് ഗുഡ് ബോയ് ആയി. അപ്പോൾ എനിക്കൊരു സന്തോഷമായി, കാരണം പട്ടിണിയല്ലല്ലോ, എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ദിവസം കഴിഞ്ഞു. അച്ഛൻ വെഞ്ചരിച്ചൊക്കെ പോയി, മനസ്സിലൊരു ആശ്വാസം, അത്രേ ഉള്ളൂ. വലിയ ഭാരങ്ങളൊന്നും ഇറങ്ങിപ്പോയിട്ടില്ല, നല്ലൊരു ആശ്വാസം. അപ്പോൾ ഈ ഒരു 5:45 കഴിഞ്ഞപ്പം പതുക്കെ താഴോട്ട് വന്നു കേട്ടോ. കുറച്ച് ഒന്ന് ഉറങ്ങിപ്പോയി. തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിച്ച് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചാൽ തുറന്നപ്പോഴത്തേനും 5:45 കേട്ടോ. വേഗം വന്നു ഞാൻ. അങ്ങനെ നമ്മുടെ ഡെയിലി ബ്ലെസ്സിങ്സ് കേട്ടിട്ട് ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ ഹാപ്പി ആയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഗ്രീൻ പീസ് കറിയാണെന്ന്. അപ്പോൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് കറിക്കുള്ളത് വെച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഗ്രീൻ പീസ് കറി എൻ്റെ ജീവിതത്തിൽ വെക്കുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഗ്രീൻ പീസ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വെക്കുകയാണ്. പിന്നെ തേങ്ങ ചിരണ്ടി വെച്ചു, മോര് കറിക്കും തോരനും ഒക്കെ ഉള്ളത് എടുത്തു വെച്ചു. അപ്പം ഇത് ചാക്കോനും പാച്ചുവിനും സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ബിരിയാണിക്കുള്ള റൈസ് കുതിർത്തിട്ടാണ് കേട്ടോ. ഒരു ബീഫ് റൈസ് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. മിക്സിക്കകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ബീഫ് ഇട്ട് വേവിച്ച് കൊടുക്കാമെന്ന്. അത് പീസായിട്ട് കിടക്കേണ്ടത് എന്തായാലും ഒരു പൊടിച്ചിട്ടായിരിക്കും കഴിക്കേണ്ടാവുക. അപ്പോൾ കുറച്ച് ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നമ്മുടെ ചീരത്തോരനുള്ളതാണ്. വേഗം തന്നെ അവർക്കുള്ള റൈസ് ഞാൻ വെച്ചു കേട്ടോ. കാരണം ആറാണ്ട് ബോക്സിനകത്ത് വെച്ചാൽ ഒരു സുഖം ഉണ്ടാവില്ല, ആകെ വിയർപ്പ് മയമായിരിക്കും. കാരണം ചാക്കോ കുറച്ചും കൂടെ ലേറ്റായിട്ട് ഉച്ചയ്ക്ക് 1:30 ആകുമ്പോഴാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. സോറി കേട്ടോ. അങ്ങനെ അവർക്കുള്ള റൈസ് ഞാൻ ഇപ്പുറത്തോട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് ഫാൻ്റെ അടിയിൽ വെച്ചാൽ വേഗം ഒന്ന് ആറിക്കോളുമല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ഓൾമോസ്റ്റ് പരിപാടി കഴിഞ്ഞ് ഇനി അരി ഇട്ടാൽ മതി. നമ്മുടെ കറിയൊക്കെ ഓൾറെഡി റെഡിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഡാഡി മാങ്ങാച്ചാർ ഇടുമോ അച്ചാർ ഇടുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് അച്ചാറിടണം, അത്രയും പരിപാടിയുള്ളൂ. മീൻ വറക്കണം. പാത്രം അങ്ങനെ വന്ന് കുമിഞ്ഞ് കൂടിയിട്ടോ. അന്ന് എന്താണെന്നറിയില്ല, ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വേഗം പിള്ളേർക്കുള്ള സ്നാക്സ് പാക്ക് ചെയ്തു. ചാക്കോനും ബാച്ചുവിനും തോമുനും ഒക്കെ പാക്ക് ചെയ്തു കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ തോമുകൂടനും തോമുകൂടൻ ഓൾറെഡി റെഡിയായി വന്നിട്ടുണ്ട്. ചാക്കോനെ നോക്കിക്കേ, എന്ത് ഭംഗിയിൽ ഡോൺ ചേട്ടനെ ഇറക്കി വിട്ടതാണെന്നറിയോ അവനെ. സോറി, അതായത് എഴുന്നേറ്റപ്പോഴേ കരച്ചിലാണ്, കുളിക്കാണ്ട. അപ്പം എൻ്റെ തലയിൽ ചൂടുവെള്ളം ഒഴിച്ചു, കണ്ണിൽ സോപ്പിട്ടു. അങ്ങനെ ചാക്കോയ്ക്ക് കുറേ പരാതികളുണ്ട് കേട്ടോ. തോമു പിന്നെ മിണ്ടില്ല. അപ്പോൾ കുളിപ്പിക്കുമ്പോൾ മിണ്ടാൻ നിന്നാൽ ചിതകും. അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ആ സ്റ്റെയർ കേസിൻ്റെ അവിടെ നിന്ന് കരച്ചിൽ തുടങ്ങും. അപ്പം എന്നെ അത് ചെയ്തു, അപ്പം എന്നെ ഇത് ചെയ്തു, അപ്പം എൻ്റെ കണ്ണിൽ വെള്ളം ഒഴിച്ചു, എൻ്റെ കണ്ണിൽ സോപ്പ് തേച്ചു, ചൂടുവെള്ളം ഒഴിച്ചു. ചാക്കോടെ പരാതി കേൾക്കാനാണ് രസം. തോമു അങ്ങനെ പരാതി പറയില്ല. അപ്പം കാരണം അപ്പേനെയാണല്ലോ, അങ്ങനെ പരാതി പറയാൻ പാടില്ല. അമ്മേനെ ആയിരുന്നെങ്കിൽ അവൻ 2 പേജിൽ എഴുതി തന്നേനെ. അതുകൊണ്ട് ചാക്കോ പറയുന്നതിൻ്റെ തലയിൽ ചൂട് വെള്ളം ഒഴിച്ചു, അങ്ങനെയാണ് കണ്ണിൽ സോപ്പ് ഒഴിച്ചു. അപ്പോൾ അതിനൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ടാന്ന് തോന്നുന്നു ആ ഒരു ഓട്ടോറിക്ഷ കൊടുത്ത് വിട്ടിരിക്കുന്നത്. പക്ഷേ ഓട്ടോറിക്ഷ അല്ലത്. അവൻ പറയുന്നുണ്ട് അത് സ്കൂൾ ബസ്സാണ്, അമ്മയ്ക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര വർത്താനമാണ് കേട്ടോ. അത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ, നമ്മളെ വെച്ചിട്ട് അലക്കുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഡയലോഗ്. പിന്നെ എൻ്റെ മോനല്ലേ, എൻ്റെ എന്തെങ്കിലും ഒരു സ്വഭാവം കാണിക്കണ്ടേ. മറ്റേത് ഇവിടുത്തെ തനി പകർപ്പാണ് കേട്ടോ. ചാക്കോ എക്സാക്ട്ലി ലൈക്ക് മീ ആണ്. എല്ലാവരുടെയും ചെല്ലായി പോവും, എല്ലാവരുടെയും വർത്താനം പറയും. ഇന്ന ആൾ ഒന്നുമില്ല, മുഖസ്തുതിക്ക് വർത്താനം പറയാറില്ല. പക്ഷെ
എനിക്ക് എല്ലാവരോടും ഞാൻ കമ്പനി വെക്കുന്ന ഒരാളാണ്. ഇപ്പോഴാണ് പിന്നെയും സംസാരിക്കാണ്ടായത് കേട്ടോ. അങ്ങനത്തെ ഒരു 8:45 ആയപ്പോഴത്തേക്കിനും അവർ റെഡിയായി. ഞാൻ പാത്രമൊക്കെ കഴുകി ഒതുക്കി വെച്ചു വേഗം. കാരണം സിങ്ക് കാണുമ്പോൾ എനിക്ക് പേടിയാവുകയാണ്, ഇത് മൊത്തം കഴുകണ്ടേന്ന് ഓർത്തിട്ട്. അപ്പോൾ തോമ നിന്നിട്ട് ഓരോന്നും ചോദിക്കുകയാണ്, എനിക്ക് എന്താ കഴിക്കാൻ വെച്ചിരിക്കുന്നത്. ഇവന് ആ ഒരു കാര്യത്തിൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഇവരെപ്പോഴും നോൺ വെജ് കൊണ്ടുപോകും. അവന് നോൺ വെജ് അലൗഡ് അല്ലാത്തതുകൊണ്ട് മുട്ട പോലും പറ്റില്ല. ദേഹത്തോട്ട് ഷെയ്ക്കാ ഒഴിച്ചു കേട്ടോ. പാച്ചു കുടിച്ചതിൻ്റെ ബാക്കിയാണ്, അത് ആ ദേഹത്തോട്ട് ഒഴിച്ചു. ഇവർക്കിന്ന് ആക്ച്വലി കളർ ഡ്രസ്സ് ഇടാൻ വേണമെങ്കിൽ റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ ചാക്കോൻ്റെ യൂണിഫോം ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ തോമുകുട്ടനെ വിടുകയാണ് കേട്ടോ. തോമുകുട്ടന് വലിയ സന്തോഷമൊന്നും ഇല്ല, എന്നാലും പോയേക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ അങ്ങ് പോവാണ്. കാരണം ഇപ്പം ഡെയിലി പോയിട്ട് അതുമായിട്ട് സെറ്റായി. ഇത് ഇടയ്ക്ക് ഒരു ദിവസം പോകും, പിന്നെ 3 ദിവസം ക്ലാസ് ഇല്ല, പിന്നെ 4ാമത്തെ ദിവസം പോകുമ്പോൾ ഇഷ്ടമില്ല. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കുറേ പേർക്ക് മടിയുണ്ടെന്ന് മാം പറഞ്ഞു കേട്ടോ. പിന്നെ കൂടുതലും പിള്ളേർ കംപ്ലൈൻറ്റ് പറയുന്നത് നമുക്ക് പഴയ ബിൽഡിങ്ങിൽ പോകാം, ഇവിടെ വേണ്ട. തോമ്പ് ശരിക്കും വിയർത്ത് കുളിച്ചിട്ടാണ് വരുന്നത്. ഫാൻ ഇല്ലെന്നോ കാറ്റ് കിട്ടുന്നില്ല എന്നോ ഒക്കെ പരാതി കേൾക്കാം. വേഷങ്ങൾ ഞങ്ങൾ പെട്ടെന്ന് മാറി കേട്ടോ. കാരണം ഞങ്ങളുടെ ദേഹത്ത് മൊത്തമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂരിയും കൈ പിടിച്ചുകൊണ്ടാണ് കേട്ടോ പോയത്. കാരണം പൂരി കുട്ടിയുടെ വട്ടം എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, നീ കാറിലിരുന്ന് കഴിക്കിപ്പോൾ. അപ്പം ഒരു 9 മണിയാകുമ്പോൾ തന്നെ ഇവരെല്ലാവരും പോകും കേട്ടോ. അപ്പം നമ്മുടെ ഒരു വിധം പരിപാടികളൊക്കെ കഴിയും. പിള്ളേർ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ആശ്വാസമാണല്ലേ. സ്കൂളിൽ സന്തോഷമായിട്ട് പോകുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ്. അങ്ങനെ ഞാൻ വേഗം മാങ്ങ നിന്നരിഞ്ഞു കേട്ടോ. 2 മാങ്ങ ഉണ്ടായിരുന്നുള്ളതിലും ആ പാത്രം നിറയെ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ ഒരു ഗാർണിഷിങ്ങും ഇല്ല. മുളക് പൊടിയും കായപ്പൊടിയും വിനാഗിരിയും ഉപ്പും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലെണ്ണ ഒഴിക്കുക കേട്ടോ. എന്നാലേ അച്ചാറിനൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. നല്ലെണ്ണയും കടുകും പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഞാൻ കരിവേപ്പില പോലും ഇട്ടില്ല. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് എടുത്ത് വെച്ചിട്ട് ബാക്കി ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഞാനടുത്ത് ഡെയിലി ആവശ്യമുള്ളത് പുറത്തെടുത്ത് വെക്കാം, അല്ലാത്തത് ഫ്രിഡ്ജിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് പിന്നെ മീനും കൂടെ വറുത്ത് വെച്ചാൽ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. ഇതിനൊക്കെ ശേഷമാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. പിള്ളേരുടെ കുപ്പിയൊക്കെ തിളപ്പിക്കാനുണ്ടായിരുന്നു, ചാക്കോൻ്റെയും പാച്ചുൻ്റെയൊക്കെ കുപ്പി തിളപ്പിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തിളപ്പിച്ച് എപ്പം നോക്കിയാലും ഈ ഡ്രോ മൊത്തം അടഞ്ഞു പോകില്ല, പകുതിക്ക് വെച്ച് സ്റ്റക്കായിരിക്കും. അപ്പോൾ അതടയ്ക്കലാണ് മെയിൻ പരിപാടി കേട്ടോ. അങ്ങനെ ചുമയ്ക്ക് അങ്ങോട്ട് ഒരു ആശ്വാസം കിട്ടണില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെനു ഓൾറെഡി ഞാൻ കാണിച്ചോ? ഇല്ല. മാങ്ങാച്ചാറുണ്ട്, നല്ല മാങ്ങാച്ചാറാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതാണെങ്കിലും കൊള്ളാം. ഗ്രീൻ പീസ് കറി സൂപ്പറായിരുന്നു. ഇത് ചീരപ്പേരി മുട്ടയിട്ടിട്ട് ചിക്കി വെച്ചതാണ്. ഇത് വെള്ളരിക്ക മോരുകറിയാണ് കേട്ടോ. അപ്പം മമ്മിക്കുമായി. പിന്നെ ഡാഡിയും അങ്ങനെ നോൺ വെജ് കഴിക്കണില്ല. ഡാഡിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഉഷാറില്ല. ഇന്ന് റിവ്യൂവിന് പോകേണ്ടതാണ്. ഡോൺ ചേട്ടൻ കുറേ വിളിച്ചു, ഇല്ല 2 ദിവസം കഴിയട്ടെ. ഇനിയിപ്പോൾ ഡാഡി ഡിമ്പിൾ വരാതെ പോവില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഡാഡിക്ക് ഡിമ്പിൾ പറഞ്ഞാലേ സമ്മതിക്കുകയുള്ളൂ. അതിപ്പോൾ ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ്. ഡോൺ ചേട്ടനായിക്കോട്ടെ, ഡാഡി ആയിക്കോട്ടെ, മമ്മി ആയിക്കോട്ടെ, ഡിമ്പിൾ പറഞ്ഞാലേ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ 10 മണി ആയപ്പോഴാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞാൻ അവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ അടുക്കള സെറ്റ്. ഞാനും കഴിച്ചു കഴിഞ്ഞു, പാത്രമൊക്കെ കഴുകുന്നുണ്ട്. ഈ ഡ്രോയിങ് ഞാനും ചെയ്യില്ല കേട്ടോ, എപ്പോൾ നോക്കിയാലും തുറന്നിരിക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഞാനിപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണി അലക്കായിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ ഞാൻ വിചാരിച്ചു നമ്മുടെ അപ്പുറത്തെ സിങ്ക് ഇന്നലെ ഞാൻ കഴുകാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി 40 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ 40 മിനിറ്റ്സിൽ സിങ്ക് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. ആകെ ചിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ കഴുകി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും അങ്ങനെ ക്ലീൻ ആയിട്ടോ. ആ തുണി അലക്കാൻ കിട്ടുന്ന വെയിറ്റ് ചെയ്യുന്ന ഒരു പീരീഡാണ് അത്. ഞാൻ ഇങ്ങനെ കഴുകി തീർത്തു, ഫ്രസ്ട്രേഷൻ കഴുകി തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എനിക്കിനി തുണി വിരിക്കാനൊക്കെ പോകണം. അതൊക്കെ ഞാൻ വൈകുന്നേരത്തെ വ്ളോഗിൽ കാണിക്കാൻ പറ്റിയാൽ, ഇല്ലെങ്കിൽ നാളെ കാണിക്കാം കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി തുണി മാത്രം വിരിച്ചിട്ടാൽ മതി. കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ വരാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. നാളെ അല്ലെങ്കിൽ വൈകുന്നേരം റീൽസിലൂടെ കാണാം കേട്ടോ. അപ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ, കീപ് സപ്പോർട്ടിങ്.